എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷ് ഡൽഹിക്ക് പോവാണ്. അപ്പോൾ ഒരു ടെൻഡർ വിളിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ മഹേഷിന് ആ ടെൻഡറൊക്കെ കിട്ടി. മഹേഷ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് രജന ആകാശം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറെ വെല്ലുവിളികളൊക്കെ മഹേഷിനെ നടത്തി. നീ വെറുതെ വന്നാടാ, നീ വന്നിട്ടൊരു കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ്. പക്ഷേങ്കിൽ അവർ നാണം കെട്ട് പോവാണ്. അതിനുശേഷം രചന മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രചനയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആകാശ് പറഞ്ഞ വാക്കുകൾ അവന് ഭയങ്കര പേഴ്സണാലിറ്റി ആണെങ്കിൽ നീ അവനോടൊപ്പം പോയി ജീവിച്ചോടി എന്നൊക്കെ. എന്നാലും ആകാശിന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നി എന്നൊരു ചിന്തയിൽ രചന മുറിയിലിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ആകാശിനെ കണ്ടില്ല. ആകാശിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ രചന പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് രചന ആ കാഴ്ച കാണുന്നത്. അവിടെ ഒരു നല്ല സ്മാർട്ടായൊരു പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ അടുത്ത് കിന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ്. പിന്നീട് അവളുടെ കയ്യിൽ നിന്ന് നമ്പരൊക്കെ മേടിക്കുക. ഈ കാഴ്ച കണ്ടതും രചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. രചന കുറച്ച് സമയം നോക്കിയിരുന്നു. പിന്നീട് അവളും കൂടെ പോയി കഴിയുമ്പോഴത്തേനും ആകാശിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൾ ഏതാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അതിവിടെ കണ്ട ഒരു പെൺകുട്ടി. സത്യം പറയാം ആകാശേ, നിങ്ങൾ എന്തിനാ അവളുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ഈ ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ബിസിനസ് സംബന്ധമായിട്ട് അവളുമായിട്ട് എന്ത് ബിസിനസ്സാ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് നീ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണം ഞാൻ ചെയ്യാൻ എന്നൊക്കെ പറയാണ്. രചനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആകാശിന്റെ പോക്ക് ശരിയല്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് രചന പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശേ, നീ ഇനിയിപ്പം എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരുത്തരോടെ പോകാനോ നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, നീ ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. രചനയ്ക്ക് ഒരു പുതിയ അറിവായിരുന്നത്. രചനയ്ക്ക് പല സംശയങ്ങളും ആകാശിന്റെ മേളിലുണ്ടായിരുന്നു. എങ്കിലും ഇത്രയ്ക്കൊന്നും രചന പ്രതീക്ഷിച്ചില്ല. രചനയുടെ വിചാരം അവൻ തന്നെ പൊന്നു പോലെ നോക്കും, കൈക്കൊമ്പിൾ എടുത്തോണ്ട് നടക്കും. മഹേഷിനെ ഇട്ടെറിഞ്ഞിട്ട് പോന്നപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു. പക്ഷേങ്കിൽ ആകാശ് ആരാ മോന്, അവൻ ഇതിന്റെ ഇടയ്ക്ക് പല കേസുകെട്ടുകളും ചെന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രചനയ്ക്ക് ഇതൊന്നും അറിവൊട്ടും ഉണ്ടായിരുന്നില്ല താനും. ഈ സമയം മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ടെൻഡർ കിട്ടിയല്ലോ. അങ്ങനെ ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെ വിളിച്ചു കഴിഞ്ഞപ്പം ഇഷിതയും ചിപ്പിമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. അങ്ങനെ മഹേഷിന്റെ കോള് വന്നപ്പോഴത്തേനും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇഷിത കോളെടുത്ത് വെച്ചിട്ട് എങ്ങനെയായി കാര്യങ്ങളൊക്കെ, അവിടെ എത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അതേ കാര്യങ്ങളൊക്കെ ഓക്കെ, ടെൻഡർ വിളിച്ചെന്നൊക്കെ പറയാണ്. എന്നിട്ടോ അതാർക്കാം നമുക്ക് തന്നെ കിട്ടിയെന്ന് പറയാം. പിന്നെ രചന ആകാശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയണം. ഈ സമയം ചിപ്പിമോള് പറഞ്ഞു, എനിക്കും ഡാഡിയോട് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഫോൺ വാങ്ങി. പിന്നീട് ചിപ്പിമോളോട് ചോദിച്ചു, ചിപ്പിമോൾക്ക് ഡാഡി വരുമ്പോൾ എന്താ വാങ്ങിച്ചുകൊണ്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ചിപ്പിമോള് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഡാഡി എപ്പോഴാണ് വരണേന്ന് ചോദിക്കുക. നോക്കട്ടെ, ഡാഡി പെട്ടെന്ന് വരാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വരാം, ഇല്ലെങ്കിൽ 2 ദിവസം ചിലപ്പം താമസിക്കും, അതിനുശേഷം വരത്തുള്ളൂ എന്നൊക്കെ പറയണം. അതെ, ഡാഡി പെട്ടെന്ന് വന്നാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് ഇഷിതയുടെ ഇടയിലേക്ക് ഫോൺ കൊടുത്തു. ഇഷിത പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ട് വന്നാൽ മതി. അല്ല നിനക്കോടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്ത് കുഴപ്പം, ഞാനേ ചിപ്പിമോളും ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത്. രചന വന്നു വെച്ചിട്ട് മഹേഷ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. മഹേഷ് നോക്കിയപ്പം രചന അങ്ങോട്ടേക്ക് വരുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇവൾക്കൊരു പണി കൊടുക്കണമല്ലോ എന്ന് മഹേഷ് ചിന്തിക്കുകയാണ്. പിന്നീട് മഹേഷ് എന്ത് ചെയ്യണം, കുറെ സ്വീറ്റായിട്ട് ഇഷിതയോട് സംസാരിക്കണം. അപ്പം മഹേഷിനറിയാം ഇഷിതയുടെ മനസ്സിൽ തന്നോട് സ്നേഹമുണ്ടെന്ന്. അതുപോലെ തന്നെ ഇഷിതയ്ക്കും അറിയാം. പക്ഷെ പരസ്പരം അവരവരുടെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പിന്നീട് ഇഷിത ചോദിച്ചു, എന്താ ഇന്ന് പതിവിലും വീരീതുമായിട്ട് എന്തായാലും സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണേ. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുക. രചന കേൾക്കാൻ പാകത്തിനാണ് സംസാരിക്കുന്ന. അവിടെ തന്നെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രചന കുറേ സമയമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. ഇയാൾ കൊഞ്ചല് കണ്ടില്ലേ എന്നൊരു ചിന്തയായിരുന്നു രചനയുടെ മനസ്സിന് അറിയണ്ടായിരുന്നേ. അതിന് കുറേ സമയം നീണ്ടുപോയി സംസാരം. രചന ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. മഹേഷ് ഇഷ്ടതയോട് കൊഞ്ചിക്കൊഴയ സംസാരം രചനയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് രചന എന്ത് ചെയ്യുവാണ്, ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേന്ന് ചോദിക്കണം. എന്തിന്, ഞാൻ എന്തിനാ നാണിക്കണേന്ന് ചോദിക്കാം. അല്ല നിങ്ങൾ ഈ പബ്ലിക് പ്ലേസിൽ വെച്ചാണോ ഇത്ര ഇതായിട്ടൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കണം. പബ്ലിക് പ്ലേസിൽ വെച്ചോ? അത് കൊള്ളാലോ. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? എൻ്റെ ഭാര്യയോട് ഞാൻ കൊഞ്ചിക്കൊഴയണേ നിനക്കെന്താ കുഴപ്പമിരിക്കണേ? ഞാൻ നാട്ടുകാരോടൊന്നും അല്ലല്ലോ, വേറെ ഒരു പെണ്ണിനോടും അല്ല. എൻ്റെ ഭാര്യയോട് ഞാൻ ഇഷ്ടമൊക്കെ ഉള്ളത് പറയും. അതിന് നിനക്കെന്താന്ന് ചോദിക്കണം. ഇത് കേട്ടതും രചനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയപ്പേ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട. നീ ഇറങ്ങിപ്പോയവള് പോയ വഴിക്ക് പൊക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് തലയിടാൻ വരണ്ടെന്നൊക്കെ പറയണം.
ഇത് കേട്ടവർ രചന പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആര് വരുന്നു? പിന്നെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ഇങ്ങനെ വൃത്തിയുടെ ഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടാന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ രചന, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തലയിടാൻ വന്നോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നേ? നീ നിന്റെ പണി നോക്കി പോന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവളെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്നുണ്ട്. രചനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം തരത്തില്ല. ആകാശിന്റെ അടുത്തുനിന്ന് കിട്ടിയ അനുഭവം അതൊന്നും മനസ്സിലിരിക്കുക. പിന്നെ ഇത് എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് സമനില എറ്റുന്ന പോലെ തോന്നി, നിയന്ത്രണം വിട്ടുപോകുന്ന പോലെ തോന്നി. മഹേഷ് ഇതൊക്കെ പറഞ്ഞും കൂടി നീങ്ങുന്ന സമയത്ത് രചന പെട്ടെന്ന് അവിടെ തലയിറങ്ങി വീഴുവാണ്. ഇനി അവളുടെ അഭിനയമാണോ അതോ ഇനി ഒറിജിനലായിട്ട് വീണതാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മഹേഷ് ഇങ്ങോട്ട് നടന്ന് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും രചന ഇട്ടാ പൊത്തോന്ന് പറഞ്ഞ് നിലത്ത് കിടക്കുവാണ്. മഹേഷിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നു. എന്താ ചെയ്യണ്ടേ? ചെന്ന് നോക്കണോ? എത്രയാന്ന് പറഞ്ഞാലും ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം എത്ര വയ്യാത്തവരും വെറുതെക്കാരാണെങ്കിലും പോലും ആരെങ്കിലും ചെന്ന് നോക്കും. പെട്ടെന്ന് തന്നെ മഹേഷ് ചെന്ന് നോക്കണം. രചന കുലുക്കി വിളിച്ചിട്ടൊന്നും രചന അനങ്ങുന്നുണ്ടായിരുന്നില്ല. മഹേഷ് എന്ത് ചെയ്യാണ്? രചനയെ പതുക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് വന്ന് ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് കിടത്തണം. അപ്പത്തേനും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഓടി വന്നപ്പോഴത്തേനും മഹേഷ് പറഞ്ഞതേ എന്തോ പറ്റിയ തലറങ്ങി വീണാന്നൊക്കെ പറയാണ്. അതിനുശേഷം ആകാശിനെയൊക്കെ വിളിക്കുന്നുണ്ട്. മഹേഷ് പിന്നെ അവിടെ നിന്നില്ല. മഹേഷിന് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. അതൊക്കെ രചനയുടെ ഒരു തന്ത്രമാണെന്ന് പറയാൻ പറ്റില്ല. രചന അതല്ല, അതിലപ്പുറം അഭ്യാസം കാണിക്കും. ഇനിയിപ്പം മഹേഷ് ഇഷിതയും തമ്മിൽ ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്ത്രങ്ങൾ ഒപ്പിക്കുന്നതാണോ? ഇനിയിപ്പോൾ ഇത് വെച്ച് വേണമെങ്കിൽ ഇഷിതേനെ മഹേഷിനെ അകറ്റാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ അവള് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. കാരണം അവര് സ്നേഹത്തോടെ കഴിയുന്ന ഒരിക്കലും അവള് ഇഷ്ടപ്പെടുന്നില്ല. തനിക്ക് മാത്രം സ്നേഹ സുഖ സന്തോഷമൊക്കെ മതി എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ രചനയുടെ ആ കുടില മനസ്സെന്നറിയാൻ. ഈ സമയത്ത് ഇഷിത എന്ത് ചെയ്യുകയാണ്? ചിപ്പമോള് സ്കൂളിൽ പോയതിനു ശേഷം ഹാളിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ സ്വപ്നവല്ലിയാണെങ്കിലും മഞ്ജുമയാണെങ്കിലും ഇല്ലായിരുന്നു. അവർ പുറത്തേക്ക് പോയേക്കുമായിരുന്നു. പിന്നീട് ഇഷിതയ്ക്ക് ഓഫ് ആയതുകൊണ്ട് ഇഷിത അവിടെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കൈലാസ് വരുന്നത്. കൈലാസ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയമാണ്, നല്ല സമയമാണ്. കൈലാസ് എന്ത് ചെയ്യണം? താന് മേടിച്ചു വെച്ച ഗിഫ്റ്റ് ഉണ്ട്, അതൊക്കെ എടുത്തു. ആ ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്നിട്ട് ഇഷിതയുടെ പുറകെ പതുക്കെ വന്ന് നിൽക്കുക. പക്ഷെ ഇതൊന്നും ഇഷിത അറിയുന്നുണ്ടായിരുന്നില്ല. ഇഷിത കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇഷിതയ്ക്ക് അങ്ങനെ സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. കൈലാസ് മഞ്ജുമയുടെ ഭർത്താവ്, അതിനേക്കാളുപരി പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ഇഷിത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ പുറകിൽ നിന്ന് വന്ന് ഇങ്ങനെ പിടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഒരു നിമിഷം ഇഷിതയ്ക്ക് എന്തോ പോലെ തോന്നിക്കഴിഞ്ഞു. ഇഷിത തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് കൈലാസ് തന്നെ പിടിക്കാനായിട്ട് വരുവാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ഇഷിത എന്ത് ചെയ്യണം? ഇഷിത ഞെട്ടിത്തെറിഞ്ഞ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ എന്താ കൈലാസേട്ടൻ എന്ത് കാണിക്കാൻ വന്നാന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നാന്ന് പറയാം. ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റ്? അല്ല ഈ ഗിഫ്റ്റ്, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഇമാതിരി ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും കൈലാസ് എന്ത് ചെയ്യോ? അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഇഷിതയ്ക്ക് സമനില ഇറ്റുന്ന പോലെ വന്നി. ഇഷിത പറഞ്ഞ് വിടാൻ പറയാണ്. ആ വിടാനായിട്ട് കൂട്ടാക്കിയില്ല. നിന്നെ ഞാൻ വിടണമല്ലേ? കുറെ കാലത്തെ എൻ്റെ ആഗ്രഹമാടി, നിന്നെ അങ്ങനെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് സമനില ഇറ്റുന്ന പോലെ തോന്നി. ഇഷിത പറഞ്ഞു, വിടാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം. അങ്ങനെ അങ്ങോട്ട് കിടന്ന് കുതിര ഓടാൻ വരട്ടെ. ഇവിടെ ആരുമില്ല, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഇപ്പൊ ആരും ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല. എനിക്കറിയാടി നീയും മഹേഷും തമ്മിൽ വേറൊരു ബന്ധവും ഇല്ലെന്ന്. നിങ്ങൾ തമ്മിൽ ഇതിലായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് അറിയാം. നീ ഇപ്പോഴും കന്യക എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാടി നിന്റെ അടുത്തേക്ക് ഞാൻ വന്നേക്കുന്നേ എന്നൊക്കെ പറഞ്ഞു വഷളത്തരവും പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കയ്യിൽ മുറുക്കെ പിടിക്കുകയാണ്. ഈ സമയം ഇഷിത എന്ത് ചെയ്യണം? ഞാൻ കയ്യും കൂടെ വലിച്ചു കഴിയുമ്പോഴത്തേനും അവൻ്റെ പിടി വിട്ടുപോയി. ആ സമയം ഇഷിത പെട്ടെന്ന് മുറിയിലേക്ക് കയറി കഥ കടയ്ക്കുകയാണ്. കഥ കടയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈലാസിന്റെ കാരണം തീർത്ത് ഒറ്റ ഒരെണ്ണം കൂടെ പൊട്ടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൈവിരല 5 പതിഞ്ഞു കിടന്ന് കൈലാസിന്റെ കവിളത്ത്. അതിനുശേഷമാണ് ഇഷിത മുറിയിൽ കയറി കഥ അടയ്ക്കുന്നത്. അങ്ങനെ കഥ അടച്ചുമ്പോഴത്തേനും ഇഷിതയ്ക്ക് ആ പാടെ വെപ്രാളമാണോ വിറയലാണോന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയൊരു വൃത്തികെട്ടവനായിരുന്നോ മഞ്ജുമേച്ചിയുടെ ഭർത്താവ്? അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ തുടരുന്നത് തന്നെ ആപത്താണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇത് ആരോടും പറയാൻ പോലും പറ്റില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും, മഹേഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇഷ്ടിത മുറിക്കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് കൈലാസിന് മനസ്സിലായി കൈലാസിന്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ള കാര്യം. കൈലാസ് വന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് നല്ല ദേഷ്യം. ഇഷിത പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പെണ്ണാന്നോ? അതിന് ഇഷിതേനെ കിട്ടില്ല. നിങ്ങൾ വേറെ വല്ല പെണ്ണിനെ നോക്കി പൊയ്ക്കോണം എന്നൊക്കെ പറയാണ്.
ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു നിന്നെ കാണിച്ചാരാടെന്നൊക്കെ പറയണം. അതിന് ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തു പോയ മഞ്ജുമേ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ മഞ്ജു മുറിയിലേക്ക് കയറി വന്നപ്പോഴത്തേനും കൈലാസ് അവിടെ ഇരിക്കുന്നുണ്ട്. കൈലാസിന് തോന്നി ഇഷിത ചിലപ്പോൾ ഇത് പറയുമോന്ന്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഒരു തടയിട്ടേ മതിയാവുള്ളൂ, എന്തേലും ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് പെട്ടെന്നൊരു ബുദ്ധി ചോദിച്ചു. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നേരെ മഞ്ജുമയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറയാം. എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ കാര്യം എന്താ, ഇതെന്താ കൈലാസേൻ്റെ കവിളത്ത് പാടുന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ആ ഇഷിത തല്ലിയതാന്ന് പറയണം. ഇഷിത തല്ലിയോ? അവളെന്തിനാ കൈലാസേണ്ണ തല്ലിയെന്ന് ചോദിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ അവൾക്ക് എന്നോട് ഇത്ര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നിങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് അവൾ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. എന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യമായി. അവൾ ദേഷ്യമായി കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, മഞ്ജു വെച്ച് വരുമ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കും അന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കവിളത്ത് തല്ലിന്ന് പറയാം. അതിനെന്തിനും നിങ്ങളുടെ കവിളത്ത് അല്ലെന്നേ. അത് പിന്നെ അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, അപ്പം ഞാൻ അവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതിന് പകരമായിട്ട് അവൾ എൻ്റെ കർണത്തടിച്ചു അങ്ങനെയൊക്കെ പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ മുറിക്കകത്ത് ഒരു കഥ കടച്ചിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും മഞ്ജുമയ്ക്ക് സഹിച്ചില്ല. മഞ്ജു ഇപ്പം പെട്ടെന്ന് ഒന്ന് ഇഷിതയുടെ മുറിയുടെ കഥയിലും അങ്ങോട്ട് മുട്ടുവാണ്. കഥ തുറക്കാൻ പറഞ്ഞ് ഇഷിതയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേനും മഞ്ജിമയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പോയി കഥ തുറന്നു കഴിയുമ്പോഴത്തേനും മഞ്ജിമ അങ്ങോട്ട് എന്നിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കാം. എന്ത്? ഓഹോ എൻ്റെ ഭർത്താവിനെ കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ എൻ്റെ ഭർത്താവിനെ കർണത്ത് തല്ലി അല്ലേടിന്ന് ചോദിക്കണം. അപ്പോഴേക്കും സ്വപ്നവല്ലി വന്നു. സ്വപ്നവല്ലിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ഇത് കേട്ടത് ഇഷിത പറഞ്ഞ കാര്യം പറയാതെ മഞ്ജു വെച്ച് സംസാരിക്കില്ലെന്ന് പറയണേ. എന്ത് കാര്യം അറിയാനുള്ളേ? എനിക്കറിയാടി, നിനക്ക് നിന്റെ ഭർത്താവിൽ നിന്ന് സുഖം കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നിനക്ക് വേണമല്ലേ? അതിന് എൻ്റെ ഭർത്താവിനെ കിട്ടത്തില്ലേ? അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലേ എൻ്റെ ഭർത്താവിൻ്റെ കർണത്ത് നീ അടിച്ചതെന്ന് ചോദിക്കണം. ഇത് കേട്ടത് ഇഷിതയ്ക്ക് മനസ്സിലായി. അയാൾ നേരെ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചെന്ന്. ഇഷിത പറഞ്ഞ അനാവശ്യം പറയരുത്. അനാവശ്യം പറയലടി, ചെയ്യൂ അതിൻ്റെ കർണം അടിച്ചാൻ പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ എന്ത് ചെയ്യണം, ഇഷിതയുടെ കർണത്തിനിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ഇഷിത പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറി പിടിച്ചു. തൊട്ടു പോകരുത് എന്നെന്ന് പറയണേ. അങ്ങനെ കർണം അടിച്ച് പൊട്ടിക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ അടിച്ച് പൊട്ടിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ഇമ്മാതിരി നാടകമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലേ. ഇനി എങ്ങാനും എന്തെങ്കിലും എൻ്റെ കയറൊക്കെ കൈ പൊക്കിയിട്ടാണ് നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ശരിയാക്കുമെന്ന് പറയണം. സ്വപ്നയിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഇഷിത പറഞ്ഞു, ചോദിച്ചു നോക്കി ഇയാളോട്, ഇയാൾ എന്ത് വൃത്തിയാടാ കാണിച്ചതെന്ന്. എന്നിട്ട് ഇപ്പം അയാൾ എൻ്റെ നേരെ കുറച്ചുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് സ്വപ്നയിൽ പറഞ്ഞു ഓളിങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞ് ഇഷിതനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് മഞ്ജു പറഞ്ഞു നിന്നെ കാണിച്ചു തരാടെന്ന് പറഞ്ഞ. ഇഷിത പറയണം അങ്ങനെ ഒരു കാര്യം ചെയ്യുക, കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല, ഭർത്താവിനെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. നീക്ക് അത്ര വലിയ സംശയമാണെങ്കിൽ എന്നിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഭർത്താവിനെ വിളിച്ചോണ്ട് പോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കിടക്കണേന്ന് ചോദിക്കുകയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല മഞ്ജുമയ്ക്ക് അങ്ങോട്ട്. പിന്നീട് ഇഷിത മുറി വന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇഷിതയ്ക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. തനിക്ക് ഇങ്ങനെ തുറന്നു പറയായിരുന്നു തൻ്റെ വിഷമങ്ങൾ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരിക. മഹേഷ് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇഷിതയ്ക്ക്. പിന്നീട് ഇഷിത എന്ത് ചെയ്യണം, മുറി വന്ന് കഥ അടച്ചിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പുമ്പോൾ വന്നു. ചിപ്പുമ്പോൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇഷിതയ്ക്ക് അങ്ങോട്ട് മനസ്സ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ചിപ്പുമ്പോളുടെ അടുത്ത് വെറുതെ കുറച്ച് സമയം എന്തൊക്കെയോ പറഞ്ഞങ്ങനെ ഇരുന്നു. അതിനേക്കാൾ ഉപരി ഇഷിതയുടെ മനസ്സ് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ നേരത്ത് സ്വപ്നവല്ലി വിളിക്കുകയാണ്. സ്വപ്നവല്ലി വിളിച്ചാലും വല്ലാത്ത ടെൻഷനോടെ ഇഷിത പറഞ്ഞ് വേണ്ട എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മോള് വന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയണം. വേണ്ടമ്മയെന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. ഈ സമയത്ത് മഞ്ജിമ അവന് ഇരിപ്പുണ്ടായിരുന്നു. കൈലാസം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഷിതയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷിതനെ നോക്കിയിട്ട് കൈലാസം മനസ്സിൽ പറഞ്ഞു, ഇന്ന് രാത്രി നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി, ഞാൻ കാണിച്ചു തരും ഞാൻ ആരാന്ന്. ഈ കൈലാസാരം നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയണം. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദിന്റെ വരവ്. വിനോദ് പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിനോദിനെ കണ്ടതും കുറച്ചൊരു ആശ്വാസമായി പോയി. ഇഷിതയ്ക്ക് ഒരു സമാധാനം വന്നു, എന്തോ ഒരു സമാധാനം വന്നു. പിന്നീട് വിനോദ് വന്നിട്ട് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം വിനോദ് അവരോടൊപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ഇഷിതയോട് സംസാരിക്കുന്നുണ്ട്. ഇഷിത ഓർത്ത് വിനോദിനോട് പറയണം, വേണ്ട, വിനോദിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വിനോദ് കരുതുക. പോരാത്തന്നെ മഞ്ജുമേച്ചിയുടെ ഭർത്താവും കൂടെ അല്ലേ, നോക്കാം എവിടം വരെ എത്തുമെന്ന് നോക്കട്ടെ. ഇനിയിപ്പം മഹേഷേടം വരും, മഹേശ്വരും പറയാതിരിക്കാൻ പറ്റില്ല, പറയണം, പറഞ്ഞില്ലെങ്കിൽ ഇത് ചിലപ്പോൾ പ്രശ്നം കൂടുതൽ വഷളാവും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്.
പിന്നീട് വിനോദ് വൈകുന്നേരം പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഇഷിത ചോദിച്ചു, അല്ല വിനോദിന് പോകണമെന്ന് ചോദിക്കാം, ഇന്ന് പോകണം, രാവിലെ കുറച്ച് അർജന്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏടത്തിയമ്മേ, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം. വിനോദും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടതയ്ക്ക് വല്ലാത്തൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മഹേഷോടെ ഇല്ല, പോരാത്തന്നെ അച്ഛനും അവിടെ ഇല്ല, ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം മുറിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇഷിതയുടെ മനസ്സിൽ ടെൻഷൻ. ചിപ്പിമോള് കിടന്നുറങ്ങി, ഇഷിതയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇഷിത എന്ത് ചെയ്യുവാണ്, മഹേഷിൻ്റെ തൻ്റെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ എന്തോ വല്ലാത്ത സങ്കടത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. ഇപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ അരിയെ കണ്ടേനം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. ഇപ്പോഴാണ് ശരിക്കും മഹേഷിൻ്റെ വില മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമങ്ങളും വേദനകളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തോളത്താരോ പിടിക്കുന്ന പോലെ തോന്നി. ഞെട്ടിത്തെറിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും മഹേഷ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ടെൻഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് മഹേഷ് അപ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറി മഹേഷ് പോന്നിട്ടുണ്ടായിരുന്നു. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ഇഷിത ഒരു നിമിഷം മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇതിനുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആ ഉള്ളിലുള്ള ആ സങ്കടവും വേദനയും വിഷമങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് മഹേഷിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. മഹേഷിന് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് മഹേഷ് ഇഷിതേനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത ഫുൾ വിശേഷം വരുന്ന കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നു. ഇനിയിപ്പോൾ ഇഷിത മഹേഷിനോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈലാസനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അല്ലെങ്കിലും അവനെപ്പോഴും ദുഷ്ടനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം. ഒരു നിമിഷം പോലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അധികം വൈകാതെ ഇഷിതയും മഹേഷും കൂടെ ഒന്നിക്കാൻ പോവാണ്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.